ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എക്സ്റേ ഫിലിം ക്ഷാമത്തിൽ പ്രതിസന്ധിയിലായി രോഗികൾ. സ്വകാര്യ ലാബുകളെയാണ് എക്സ്റേ എടുക്കുന്നതിനായി രോഗികൾ ആശ്രയിക്കുന്നത്. ദിവസങ്ങളായി തുടരുന്ന ക്ഷാമം പരിഹരിക്കാൻ നടപടി ഉണ്ടാകുന്നില്ലെന്നും ആക്ഷേപമുണ്ട്. അതേസമയം ഫിലിം ഇല്ലാത്തതിനാൽ എക്സ്റേ മുടങ്ങിയിട്ടില്ലെന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും പറഞ്ഞു. കാഷ്വാലിറ്റിയിൽ ഇപ്പം അടിയന്തരമായിട്ട് എക്സ്റേ ഫിലിം ഇല്ലാത്തൊരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടിയന്തര പ്രാധാന്യത്തോടുകൂടി കാഷ്വാലിറ്റി വരുന്ന പേഷ്യൻസിന് എക്സ്റേ എടുക്കാൻ ഓർത്തോ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ എക്സ്റേ എടുക്കാൻ ചെല്ലുമ്പോൾ എക്സ്റേ ഫിലിം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രോഗികളെ മടക്കി അയക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം എക്സ്റേ ഫിലിം നിർബന്ധമായിട്ടുള്ള പേഷ്യൻസിന് ആ ഡോക്ടർമാർ അവിടെ വന്ന് അതിൻ്റെ ഫോട്ടോ എടുത്ത് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ എക്സ്റേ എടുക്കാനുള്ള ഒരു അവസരം പോലും ഇവിടെ നടത്തുന്നു. ഇത്തരത്തിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്ന തരത്തിലുള്ള ഗവൺമെൻറ് പ്രവർത്തനം അടിയന്തര പ്രാധാന്യത്തോടെ കണ്ട് ഈ എക്സ്റേ ഫിലിമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അടിയന്തരമായിട്ട് ഈ വിഷയം പരിഹരിക്കണമെന്നാണ് പറയാനുള്ളത്. സുധീഷ് ചേരുന്നുണ്ട് വാർത്തയുടെ വിവരങ്ങളുമായി. സുധീഷ്, ഈ പ്രശ്നത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, സംസ്ഥാനത്തൊരു നാഥനില്ലാ കളരി. ഇനി അടുത്ത സർക്കാർ വരണം. ഈ വകുപ്പുകളെയൊക്കെ ഏകോപിപ്പിക്കുന്ന ഓരോ വകുപ്പിലും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുന്ന തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകാൻ ഇനിയും കുറേ ദിവസങ്ങൾ പിടിക്കും. മറ്റൊന്ന്, ഒരു എക്സ്റേ ഫിലിം വാങ്ങാൻ പോലും മെഡിക്കൽ കോളേജിന് ശേഷിയില്ല എന്ന് പറയുമ്പോൾ ഈ സംസ്ഥാനം നേരിടുന്ന അതീവ ഗുരുതരമായ ഒരു സാമ്പത്തിക പ്രതിസന്ധിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്താണ് വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? നീലിമ, ഇവിടെ എത്തുന്ന നമുക്കറിയാം, ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം സാധാരണക്കാരായ രോഗികൾ ആശ്രയിക്കുന്ന ഒരു മെഡിക്കൽ കോളേജാണ്. അതും ദേശീയപാതയോരത്തുള്ള ഏറ്റവും കൂടുതൽ അപകടത്തിൽപ്പെടുന്നവരടക്കം ചികിത്സ തേടി എത്തുന്ന ഒരു ആശുപത്രിയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി. അവിടെയാണ് ഇപ്പോൾ ഒരു എക്സ്റേ ഫിലിം ഇല്ലാത്തതിനാൽ സ്വകാര്യ ലാബുകളെ സമീപിക്കേണ്ട ഒരു അവസ്ഥ. ഇവിടേക്ക് എത്തുന്ന നിരവധി രോഗികളെയാണ് പറഞ്ഞ് പുറത്തേക്ക് സ്വകാര്യ ലാബിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അത് കഴിഞ്ഞ ദിവസം തന്നെ, ഇന്നലെ ഇത് ചോദിക്കുമ്പോൾ ആശുപത്രി സൂപ്രണ്ട് പറയുന്നത് അങ്ങനെ ഒരു പ്രശ്നമില്ല, ഇടയ്ക്കൊരു ഷോർട്ടേജ് വന്നിരുന്നു, അത് പരിഹരിച്ചു എന്ന് പറയുന്നു. എന്നാൽ ഇന്നും അവിടെ എത്തിയ രോഗികളെ സമാന രീതിയിൽ ഈ സ്വകാര്യ ലാബിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല. ഇല്ലെങ്കിൽ ആശുപത്രി അധികൃതർ അതിനുവേണ്ടി ശ്രമം നടത്തിയിട്ടും ഈ പറഞ്ഞതുപോലെ തന്നെ ഫണ്ടിൻ്റെ പോരായ്മയും മറ്റും കാരണം ആ എക്സ്റേ ഫിലിം അവിടെ എത്തിക്കാൻ സാധിക്കുന്നില്ല. അത് കാരണം സ്വകാര്യ ലാബുകളെ മാത്രം സാധാരണക്കാരായ ജനങ്ങൾക്ക് ആശ്രയിക്കേണ്ടി വരുന്നത്. ഇത് സാധാരണ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലോ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലോ അല്ല, ആലപ്പുഴയിലെ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഈ ദുരവസ്ഥ നിലനിൽക്കുന്നത് എന്നതാണ് നമുക്ക് എടുത്തു പറയേണ്ടത്. അതിന് ദിവസങ്ങളായിട്ടും പരിഹാരം കാണാനും കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധിയിലേക്ക് ആരോഗ്യ മേഖല പോകുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അടിയന്തര പ്രാധാന്യത്തോടെ ഇതിന് പരിഹാരം കാണണമെന്ന ആവശ്യമാണ് സാധാരണക്കാരായ രോഗികൾ മുന്നോട്ട് വെക്കുന്നതും. നീലിമ, ഒരു സർക്കാർ മാറിയിരിക്കുകയാണ്, അടുത്ത സർക്കാർ ഇനി വരണം. ആ ഇടവേളയിൽ വലിയ പ്രതിസന്ധിയാണ് സംസ്ഥാനത്തെ ജനങ്ങൾ അഭിമുഖീകരിക്കുന്നത്. ഏറ്റവും അധികം സാധാരണക്കാർ ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകളിൽ കടുത്ത പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിവരങ്ങളാണ് സുധീഷ് ഗോപാൽ പങ്കുവച്ചത്. അവിടെ എക്സ്റേ ഫിലിം ഇല്ല. പുറത്തെ ലാബുകളെ ആശ്രയിക്കേണ്ട ഗതികേടിലേക്ക് നിർധനരായ രോഗികൾ ചെന്നുപെടുകയാണ്. ഈ ദുരവസ്ഥ സമസ്ത മേഖലകളിലും ഒരുപക്ഷെ കാണാൻ കഴിയും.